തെലുങ്ക് നടൻ വിഷ്ണു മഞ്ജുവിന്റെ പാൻ ഇന്ത്യൻ ചിത്രമാണ് കണ്ണപ്പ. ജൂൺ 27-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിൽ പ്രഭാസ്, അക്ഷയ് കുമാർ, മോഹൻലാൽ, കാജൽ അഗർവാൾ തുടങ്ങി വമ്പൻ താരനിരകളുണ്ട്. നേരത്തെ തന്നെ ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് പുറത്തു വന്നതാണ്. എന്നാൽ അത് മലയാളികൾക്ക് അത്ര തൃപ്തികരമായിരുന്നില്ല. നടന്റെ ലുക്കിനെ ചൊല്ലി വലിയ ട്രോളുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നത്. എന്നാൽ ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് മറ്റൊരു വാർത്തയാണ് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ചിത്രത്തിലെ പ്രധാന രംഗങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കാണാനില്ല എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. ഇത് സംബന്ധിച്ച് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ റെഡ്ഡി വിജയ് കുമാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിൽ നിന്നും ചിത്രത്തിലെ VFX രംഗങ്ങൾ ഉൾപ്പെടുന്ന ഹാർഡ് ഡിസ്ക് ഫിലിം നഗറിലുള്ള തന്റെ ഓഫീസിലേക്ക് കൊറിയർ വഴി അയച്ചതാണെന്നും ഇത് ഓഫീസിൽ ജോലി ചെയ്യുന്ന രഘു എന്ന വ്യക്തി കൈപ്പറ്റിയതായും റെഡ്ഡി വിജയുടെ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഇയാൾ ചരിത എന്ന സ്ത്രീക്ക് ഈ ഹാർഡ് ഡിസ്ക് കൈമാറിയെന്നും അതിനുശേഷം ഇരുവരെയും കാണാനില്ല എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ചിത്രത്തെ തകർക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും ഈ ഗൂഢാലോചനയിൽ ചരിതയും രഘുവും പങ്കാളികളാണെന്നുമാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സിനിമയിൽ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് മോഹൻലാലിന്റെ കഥാപാത്രം. ഇത് വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണെന്നും നായകൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ സിനിമയിൽ മോഹൻലാലിന്റെ വേഷം മലയാളികൾക്ക് അത്ര ബോധിച്ചിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ലുക്ക് തന്നെയാണ് പലരെയും ചൊടിപ്പിച്ചിരുന്നത്. നേരത്തെ രജനീകാന്ത് നായകനായി എത്തിയ ജയിലർ എന്ന സിനിമയിൽ ക്യാമിയോ വേഷത്തിൽ മോഹൻലാൽ എത്തുകയും ചെയ്തിരുന്നു. അതിന് വലിയ കയ്യടിയായിരുന്നു മലയാളികൾ നൽകിയത്. അത്തരത്തിലൊരു കഥാപാത്രമാണെങ്കിൽ പ്രശ്നമില്ല എന്നും, എന്നാൽ തുടരുമെന്ന സിനിമ വിജയിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ കണ്ണപ്പയിലേതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമായിരുന്നോ എന്നും ചോദ്യങ്ങൾ ഇപ്പോൾ ആരാധകർ ചോദിച്ചു വരുന്നുണ്ട്. അതേസമയം ഹാർഡ് ഡിസ്ക് കാണാതായെന്ന ഏറ്റവും പുതിയ വാർത്തയ്ക്ക് താഴെ വന്നിരിക്കുന്ന നിരവധി മോഹൻലാൽ ആരാധകരുടെ സന്തോഷമാണ് ഏറെ പങ്കുവെക്കപ്പെടുന്ന മലയാള ഹാസ്യം. സർക്കാസം നിറഞ്ഞ കമന്റുകളാണ് മിക്കതും. ചില കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ആ കമന്റുകൾ വളരെയധികം ചിരി പടർത്തും. ആ കമന്റുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, 300 കോടി മുടക്കിയെടുത്ത സിനിമയുടെ ഹാർഡ് ഡിസ്ക് കൊറിയർ വഴി അയച്ചു. മലയാളികൾക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ ദയവ് ചെയ്ത് തിരിച്ചു കൊടുക്കരുത്. മോഹൻലാലിലെ നടനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആകും ചെയ്തത്. കിട്ടാതിരിക്കട്ടെ, ഇനിയും ഇത്തരത്തിലുള്ള അപരാധങ്ങൾ കാണാൻ വയ്യ. അടുത്ത നമ്പർ തുടങ്ങി, മഴയത്ത് ഒഴുകിപ്പോയി കാണും. അവന്റെ ഒരു മോഹൻലാലും ഹാർഡ് ഡിസ്കും. അത് മോഹൻലാൽ തന്നെയാണ് എടുത്തു മാറ്റിയത്. ഇതൊക്കെ ചുമ്മാ പടത്തിന്റെ ഹൈപ്പ് കൂട്ടാനുള്ള ഓരോ ന്യൂസ് അല്ലേ? ഇനിയിപ്പോ തുടങ്ങും ചർച്ച, ഹാർഡ് ഡിസ്ക് പോയ വഴി എല്ലാം വെച്ച്. ഏട്ടൻ ഫാൻസിന് ഇത് ആഘോഷരാവ്. അതാ നല്ലത്. ഇപ്പോൾ നല്ല നിലയിൽ പോകുന്നുണ്ട്. ഇറങ്ങാതെ ഇരിക്കാൻ ഓരോ കാട്ടുകൂട്ടൽ മോഹൻലാൽ ഫാൻസ് ചെയ്തതായിരിക്കും. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. എന്തായാലും കണ്ണപ്പയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിനായി കാത്തിരിക്കുന്നവരും പലരാണ്. അതേസമയം നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ തുടരും ഉടൻ തന്നെ OTT-യിലെത്തും. മെയ് 30-ന് ഹോട്ട്സ്റ്റാർ വഴിയായിരിക്കും പ്രദർശനം ആരംഭിക്കുന്നത്. മോഹൻലാലിന്റെ സമീപകാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് കൂടിയായിരുന്നു തുടരും.